ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഡിലൻ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കല്യാണ പാർട്ടികളിൽ ഞാൻ വിൽക്കുന്ന പുഡിങ്ങാണ് കേട്ടോ. ഇത് മാംഗോ പുഡിങ്. വെറും 4 ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡു പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റാണ്, എളുപ്പമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 10 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. ഞാൻ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങാറാണ്. എന്നിട്ട് അതിൽ നിന്ന് 10 ഗ്രാമിൻ്റെ ഒരു പീസ് മുറിച്ചെടുക്കും. അപ്പോൾ ചൈന ഗ്രാസ് ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചെറിയ സോസ് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 10 ഗ്രാം ചൈന ഗ്രാസ് എടുക്കുമ്പോൾ 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും ചൈന ഗ്രാസ് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ മെൽറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് ഞാനിപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ 2 ചെറിയ മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങ നോക്കി എടുക്കുക. അപ്പോൾ മാങ്ങ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസായി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ മാങ്ങ ഇപ്പോൾ ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് നല്ല പോലെ കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യാൻ വെക്കുന്ന അതേ സമയം തന്നെ നമ്മൾ പാലും തിളപ്പിക്കണം കേട്ടോ. ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ 10 ഗ്രാം ചൈന ഗ്രാസ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. പിന്നെ പുഡിങ് ഉണ്ടാക്കുമ്പോൾ പാൽ നല്ലപോലെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അത് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ മിൽക്ക് മെയ്ഡ് കൊണ്ട് മാത്രം നമ്മുടെ പുഡിങ്ങിന് അത്യാവശ്യം മധുരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ നല്ല റിച്ച് ആയിട്ടുള്ള പുഡിങ്ങാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടും പഞ്ചസാര മാറ്റിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കാം. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. പാലൊന്ന് ചൂടായതിനു ശേഷം പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. ഇനി നമ്മൾ അരച്ചു വെച്ചിട്ടില്ല മാംഗോ പൾപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാംഗോ പൾപ്പ് ചേർത്തതിന് ശേഷം അതും ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മാംഗോ പൾപ്പ് നന്നായിട്ട് പാലിൽ മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയമാകുമ്പോഴേക്കും നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് ചൈന ഗ്രാസ് ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെക്കുന്ന അതേ സമയം പാലൊന്ന് ചൂടാക്കിയിട്ട് നമ്മളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൈന ഗ്രാസ് ഇതിലോട്ട് ചേർക്കാം. അപ്പോൾ ചൈന ഗ്രാസിൻ്റെ ചൂടും പാലിൻ്റെ ചൂടും സെയിം ആയിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിരിയാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് രണ്ടും ഒരേ സമയം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ചൈന ഗ്രാസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്യണമെന്നില്ല. അപ്പോൾ ചൈന ഗ്രാസ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചൂടോട് കൂടി തന്നെ പുഡിംഗ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ട്രേയിലേക്ക് പുഡിംഗ് മിക്സ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അരിച്ചതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ മാങ്ങയുടെ നാരോ ചൈന ഗ്രാസ് മെൽറ്റാവാതെ കിടക്കുന്ന തരികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ടുള്ള പുഡിങ് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. ഞാൻ ആൾറെഡി ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ജഗ്ഗിലോട്ട്. പിന്നെ ഇതുപോലെ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കുമിളകളൊക്കെ ഒന്ന് എടുത്ത് കളയണം. അല്ലാന്നുണ്ടെങ്കിൽ പുഡിങ് സെറ്റായി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഹാഫായിട്ടൊന്ന് സെറ്റ് ആവണം. അപ്പോൾ നമ്മൾ ചൂടോട് കൂടിയാണല്ലോ ട്രേയിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. പകുതി സെറ്റ് ആകുമ്പോഴാണ് നമ്മളത് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ കുറച്ച് പിസ്തയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാങ്ങ വെച്ചും ഗാർണിഷ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ചെറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗാർണിഷ് ചെയ്യുമ്പോൾ പകുതി സെറ്റായ പുഡിങ്ങിലേക്ക് വേണം ഗാർണിഷിങ് ഐറ്റംസ് ഇട്ട് കൊടുക്കാൻ. പിന്നെ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് പകുതി മാത്രമേ സെറ്റായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് തണുക്കണം. റൂം ടെമ്പറേച്ചർ ആവുന്നത് വരെ നമ്മളിത് പുറത്ത് തന്നെ വെക്കുക. അതിനുശേഷം പിന്നെ ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ നമുക്ക് ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂറൊക്കെ ചുരുങ്ങിയത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷമാണ് കേട്ടോ പുഡിങ് ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല പോലെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമുക്കത് കട്ട് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കോരിയിട്ട് അങ്ങനെ വേണമെങ്കിൽ സെർവ് ചെയ്യാം. പിന്നെ ഇതുപോലത്തെ പുഡിങ്ങൊക്കെ ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് മാംഗോ ഐസ്ക്രീമിൻ്റെ അല്ലെങ്കിൽ വാനില ഐസ്ക്രീമിൻ്റെ ഒക്കെ കൂടെ സെർവ് ചെയ്യുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിൽ 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഫുള്ള് കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്